ഹലോ ട്രേഡേഴ്സ്. ഇതൊരു അവെയർനെസ് വീഡിയോ ആണ്. എനിക്ക് റീസെൻ്റായിട്ട് നടന്ന ഒരു മിസ് ഹാപ്പനിങ് അല്ലെങ്കിൽ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എനിക്ക് ഒരു എമൗണ്ട് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ളൊരു അവെയർനെസ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി ഡിസ്കോഡ് ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 2 ഡേയ്സ് ബാക്ക് ഒരു ഓൾമോസ്റ്റ് $31,000 ഒരു ലോസ് ഉണ്ടായി. ലോസ് ഉണ്ടായെന്ന് വെച്ചാൽ ട്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ ലോസ് അല്ല, ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി മൂലം ഉണ്ടായ ഒരു ലോസ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോർമലി എൻ്റെ എക്സ് ഞാൻ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കാര്യങ്ങൾ പിന്നെ USDT അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് ആണ് വിഡ്രോവൽ എടുക്കാറ്. അത് എക്സ് എന്നായാലും IC മാർക്കറ്റും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും ക്രിപ്റ്റോയിലേക്കാണ് ഞാൻ വിഡ്രോവൽ മോസ്റ്റ് കേസിലും എടുക്കാറ്. അതാണ് കൂടുതൽ കൺവീനിയൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ടൈമിലും ഞാൻ എക്സിനസിൽ നിന്ന് എനിക്ക് വന്ന പ്രോഫിറ്റ് കാര്യങ്ങൾ വിഡ്രോവലിനായിട്ട് ഞാൻ കൊടുത്തു. നോർമൽ കേസിൽ എനിക്ക് ട്രസ്റ്റ് വാലറ്റ് അക്കൗണ്ട്സ് ഉണ്ട്, പിന്നെ ബൈനാൻസ് കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സ് ഉണ്ട്. അതിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ട്രസ്റ്റ് വാലറ്റ് അക്കൗണ്ടിലേക്കാണ്. ട്രസ്റ്റ് വാലറ്റിൽ എനിക്ക് ഓൾമോസ്റ്റ് 7-8 അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രാൻസ്ഫർ ചെയ്ത പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഇൻസ്റ്റൻറ്റിൽ തന്നെ ആ ഒരു എമൗണ്ട് ഡയറക്റ്റ്ലി വേറെ ഏതോ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ആ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി അത് റിട്രീവ് ചെയ്യാമെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അപ്പോൾ അതുണ്ടാവാനുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയ ടൈമിൽ ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട്, ഈ ഒരു വാളറ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയതെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ഒരു കുറേ ഇയേഴ്സ് ബാക്കാണ്. 5-6 ഇയേഴ്സ് ബാക്ക് ഓപ്പൺ ചെയ്ത ഒരു അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഒരു വാളറ്റാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ ഈ ഒരു അക്കൗണ്ട് പല മീം കോയിൻസും അതേപോലെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ മീൻ പല സൈറ്റിലും കയറി അതിലെ ട്രാൻസാക്ഷൻ, അതായത് എയർ ഡ്രോപ്പ് കാര്യങ്ങൾ വരുന്ന ടൈമിലാവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ക്രിപ്റ്റോ എക്സ്പെരിമെൻറ്റും ട്രൈ ചെയ്ത ഒരു വാളറ്റാണിത്. അപ്പം അതിൽ തന്നെ പല സൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, പല എയർ ഡ്രോപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ടൈമിലൊക്കെ ഇതിനെപ്പറ്റി വലിയ അറിവ് കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ സീഡ് ഫ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് സ്റ്റോർ ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവിലും കാര്യങ്ങളിലൊക്കെ സീഡ് ഫ്രൈസ് നോട്ട് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്യാറുണ്ടായിരുന്നു. പണ്ടത്തെ ഇമെയിലൊക്കെ അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ മേ ബി അതിൽ നിന്ന് സീഡ് ഫ്രൈസ് ഇതായതോ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ സെക്യൂരിറ്റി പിന്നെ കോംപ്രമൈസ് ആയതോ എന്തോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് സെക്യൂരിറ്റി കോംപ്രമൈസ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അവർ ബോട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും റണ്ണ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടത്തിയതായിരിക്കാം. ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർമൽ കേസിൽ ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനിക്ക് മെയിൻ വാളറ്റ് കാര്യങ്ങളുണ്ട്, എൻ്റെ ക്രിപ്റ്റോ കീപ്പ് ചെയ്യുന്ന വാളറ്റ് കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന 6-7 വാളറ്റിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ 0 ബാലൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇത് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മീം കോയിൻസ് ഇങ്ങനത്തെ എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാത്തത് കൊണ്ട് പ്യുവർലി ട്രേഡിങ്ങിലേക്ക് മാത്രം പോയത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് അക്കൗണ്ട് യൂസ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം ഈ ഒരു ടൈം ആയത് 2 ഡേയ്സ് ബാക്ക് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഇത് വന്നപ്പോൾ അത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 0 ബാലൻസുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഇതിൽ 0 ബാലൻസ് കണ്ടു. അപ്പോൾ എനിക്കത് ഓർമ്മയില്ലായിരുന്നു, മുന്നേ പണ്ടത്തെ അക്കൗണ്ടാണ് ഞാനിങ്ങനെ ഇതിനൊക്കെ യൂസ് ചെയ്ത അക്കൗണ്ട് എന്നുള്ള കാര്യം എൻ്റെ മൈൻഡിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 ബാലൻസ് ആണ്. അപ്പോൾ 0 ബാലൻസ് അക്കൗണ്ടായാലും ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പർട്ടിക്കുലർ എനിക്കത് അക്കൗണ്ടബിലിറ്റി ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ, ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വെച്ച് ചെയ്തതാണ്. നോർമലി USDT Tron 20 ആ ഒരു അഡ്രസ്സിൽ ബാക്കിയുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ അതിലാണ് യൂസ് ചെയ്യാറും. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ചെയ്തത്. ഇതിൽ ചെയ്ത ടൈമിൽ ഇതിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ വിഡ്രോവൽ കൊടുത്തു വിഡ്രോവൽ കൊടുത്ത എക്സിന് നോർമലി 1 hour അല്ലെങ്കിൽ 2 hourനുള്ളിൽ ക്രെഡിറ്റ് ആവാറുണ്ട്. അത്ര ടൈം എടുക്കാറില്ല, പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ വിഡ്രോവലിന് കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസുമായിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടും പിന്നെ എൻ്റെ ട്രസ്റ്റ് വാലറ്റിൽ ഈ ഒരു എമൗണ്ട് റിഫ്ലക്റ്റ് ആവാത്തത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ എക്സ്നസിൽ ചെക്ക് ചെയ്ത ടൈമിൽ ഓൾറെഡി അതിൽ കൺഫേം ആയിട്ടുണ്ട്, ട്രാൻസാക്ഷൻ കൺഫേംഡ് ആണ്, ഓൾറെഡി അതിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ എക്സ്നസിൽ ചെക്ക് ചെയ്ത ടൈമിൽ ഹിസ്റ്ററി നോക്കിയ ടൈമിൽ ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്
ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ അതൊരു ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് വിത്തിൻ ഹാഫ് ആൻ അവർ ഒരു 40 മിനിറ്റിനകം അതിലേക്ക് പിന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ സിമിലർ സെയിം എമൗണ്ട് തിരിച്ച് വേറെ ഏതൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറും ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അതായത് വിത്തിൻ സെക്കൻഡ്സ് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റിൽ എനിക്ക് കൂടുതൽ ചെയ്യാനില്ല. കാരണം ബ്ലോക്ക് ചെയിനിൽ വരുന്ന ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ റിട്രീവ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ലീഗലി പോകാനുള്ളതിനും കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഹാപ്പനിങ്സ് ഉണ്ടായ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. കാരണം എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം എനിക്കിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെയാണ് ലീഗലി മൂവ് ചെയ്യുക അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് എമൗണ്ട് പോയതുപോലെയാണ്. കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ സ്റ്റിൽ വലിയൊരു എമൗണ്ടാണ്. 31,000 USD എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 25, 26 അല്ലെങ്കിൽ 27 ലാക്കിനടുത്താണ്. സംഭവം എൻ്റെ ക്യാപിറ്റലുമായിട്ട് റിലേറ്റഡ് അല്ല. ക്യാപിറ്റൽ ഉണ്ടായ പ്രോഫിറ്റ് എന്നുള്ള എമൗണ്ടാണ് പോയതെങ്കിൽ പോലും അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ഈ ഒരു പ്രോഫിറ്റബിലിറ്റിക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് പോകുന്ന ടൈമിൽ ഒബ്വിയസ്ലി എന്തായാലും ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്നുള്ളതിന് പ്രോപ്പർ ചാനൽ എന്താണെന്നുള്ളത് ഇതുവരെ ഇതായിട്ടില്ല. ഞാൻ ട്രസ്റ്റ് വാളറ്റിൻ്റെ സപ്പോർട്ട് കോൺടാക്ട് ചെയ്ത ടൈമിൽ അവർ പറഞ്ഞത് റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതിന് പകരം ഏതൊരു അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് ആ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് അതിനി ബ്ലോക്ക് ചെയ്തിടാം എന്നുള്ള കാര്യങ്ങൾ, ക്ലോസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ആ ട്രാൻസാക്ഷൻ ഹാഷ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ നോക്കി ഏത് അക്കൗണ്ടിലേക്കാണ് പോയത്. ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് 1 lakh സംതിങ് USDT കിടക്കുന്നുണ്ട് എൻ്റെതടക്കം. അപ്പം അതിൽ നടക്കുന്ന അവർ പെർട്ടിക്കുലർലി എയിം ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്കാംസ് കാര്യങ്ങൾ തന്നെയായിരിക്കാം. ഒരു ആക്ടിവിറ്റി തന്നെയായിരിക്കും അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ റിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കില്ല എന്നവർ പറഞ്ഞു. പിന്നെ അതിനി ലീഗലി എങ്ങനെ പോകണം എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ എനിക്ക് ഈ കേസിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ ആയിട്ട് റിലേറ്റഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ എയർ ഡ്രോപ്സ് കാര്യങ്ങൾ അങ്ങനെ പലതും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കുക. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്രിപ്റ്റോ മാർക്കറ്റിൽ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷന് കാര്യങ്ങളൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ സ്കാം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് എന്ന് നമുക്കൊരു ഇതുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പോസിബിൾ അല്ല എന്ന് തന്നെ പറയാം. കാരണം പറഞ്ഞല്ലോ ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ട്രേസബിൾ അല്ല മീൻസ് ഇതിലെ അക്കൗണ്ടിൽ ഇതിലേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതൊക്കെ മനസ്സിലാവും. പക്ഷേ ആരത് എങ്ങനെ ഇതിനെപ്പറ്റി തിരിച്ച് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ കാര്യങ്ങൾ എനിക്കറിയില്ല. അതില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന ടൈമിൽ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ എയർ ഡ്രോപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ മീം കോയിൻസ് കാര്യങ്ങളൊക്കെ വാങ്ങാനും വേറെ ഏതെങ്കിലും ഒരു സൈറ്റുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വാളറ്റ് വേറെ നിങ്ങളുടെ വലിയ ക്രിപ്റ്റോ ഹോൾഡിങ്സ് കീപ്പ് ചെയ്യാനോ കാര്യത്തിനൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ കാര്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ക്രിപ്റ്റോ ഹോൾഡിങ്സിനും ട്രാൻസാക്ഷൻസിനും കാര്യങ്ങളൊക്കെ വേറെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുമല്ലെങ്കിൽ ഹാർഡ് വാലറ്റ്സ് അവൈലബിൾ ആണ് ക്രിപ്റ്റോ കീപ്പ് ചെയ്യാനുള്ള. അങ്ങനത്തെ ഹാർഡ് വാലറ്റ്സ് യൂസ് ചെയ്യാം. അപ്പം എനിക്ക് വന്ന ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് വലിയൊരു എമൗണ്ട് തന്നെയാണ് ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇനി ഈ ഒരു എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കെങ്കിലും അതിനെപ്പറ്റി ഒരു അവയർനെസ് തരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ക്രിപ്റ്റോ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു ഹാപ്പനിങ് വേറെ ആയിരിക്കും ഉണ്ടാവാതിരിക്കട്ടെ. കൂടുതൽ ഇങ്ങനത്തെ സ്പേസിൽ നമ്മൾ ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ ഉള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യുക. മറ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള എൻ്റെ ഡിസ്കോഡ് ചാനലിലോ DM ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരിക. കാരണം അവർക്കെങ്കിലും ഫ്യൂച്ചറിൽ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഹാപ്പനിങ് ഉണ്ടാവാതിരിക്കട്ടെ. അവർ ബോട്ടോ അങ്ങനെ എന്തോ പ്രോഗ്രാംഡായിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയ ഒരു ടൈമിൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആ ഒരു എമൗണ്ട് ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഒരു മാനുവലായിട്ട് ഒരു ഹ്യൂമന് ഒരു ഫ്രേസ് കിട്ടി സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്ത് വന്ന് മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം ഇതിൽ എടുത്തിട്ടില്ല. വിത്തിൻ സെക്കൻഡ്സ്
ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ബോട്ട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. സ്കാമേഴ്സിന് പല വഴികളുണ്ടല്ലോ. അങ്ങനെ എന്തോ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഓർമ്മയിൽ വെക്കുക. നിങ്ങൾ വാളറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക. ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്തായിരിക്കും. കാരണം അവർക്കെങ്കിലും ഫ്യൂച്ചറിൽ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഹാപ്പനിങ് ഉണ്ടാവാതിരിക്കട്ടെ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.